നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ വിജയപ്രതീക്ഷ 100% തന്നെയാണ് അംഗത്തിന് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും എതിർ സ്ഥാനാർത്ഥി എത്രത്തോളം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ താങ്കളുടെ ഇപ്പോൾ ഇത്രയും കാലം അങ്കമാലിക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും നിന്നിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ MLA ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ സാറിന് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു അച്ചീവ്മെൻറ്റ് എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലം അങ്കമാലിയിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു ജനപ്രതി എന്ന നിലയിൽ മുഴുവൻ സമയവും നാടിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനായിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ജനങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്യുന്നൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നിയോജകമണ്ഡലം അങ്കമാലിയെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുള്ളൊരു സ്ഥലമാണ്. നമുക്ക് മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ റോഡുകളെല്ലാം നമുക്ക് ഏറ്റവും മികച്ച രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ സാധിച്ചു. ഞാൻ അങ്കമാലിയിൽ MLA ആയി വരുന്ന സമയത്ത് ഒരു മഴ പെയ്താൽ മഴക്കാലമായി കഴിഞ്ഞാൽ റോഡിലിറങ്ങി അടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മുഴുവൻ റോഡുകളും കുണ്ടും കുഴിയുമായി ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളായിരുന്നു. ഇന്ന് അങ്കമാലിയിലെ മുഴുവൻ റോഡുകളും തന്നെ നമ്മൾ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ഏതാണ്ട് 250-300 കോടിയോളം രൂപ ചെലവ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാ റോഡുകളും തന്നെ BMBC നിലവാരത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. കാലടി പാലം എത്രയോ നാളുകളായി ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പണം അനുവദിച്ചാണ്. അന്ന് പല രാഷ്ട്രീയ തർക്കങ്ങളിലൊക്കെയായി അത് നടക്കാതെ പോയി. ഇപ്പോൾ കാലടി പാലം യാഥാർത്ഥ്യമാവുകയാണ്. അതിൻ്റെ അന്തിമ പണി ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. പിന്നെ വിദ്യാലയത്തിലെ നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിയോജകമണ്ഡലത്തിൽ 24 സർക്കാർ സ്കൂളുകളാണുള്ളത്. 24 സർക്കാർ സ്കൂളുകളിൽ 17 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം പണിയാൻ സാധിച്ചു. എന്ന് വെച്ചാൽ 10 വർഷത്തിനിടയിൽ ഇത്രയധികം സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരു കാലഘട്ടം അങ്കമാലിയിൽ ഉണ്ടാവില്ല. അപ്പം നമ്മൾ വികസനം എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൻ്റെ മുക്കിലും മൂലയിലും എല്ലാ വിഭാഗം ആളുകൾക്കും ലഭിക്കത്തക്ക തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ടും വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രവർത്തിച്ച് കാണിച്ച 10 വർഷങ്ങളായതുകൊണ്ട് തന്നെ ഇക്കുറി ഏറ്റവും ഇതായിട്ട് തന്നെ താങ്കൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും. പക്ഷേ അതിനിടയിലും കോൺഗ്രസിനകത്ത് വരുന്ന ചെറിയ വാറുകൾ ഈ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കോൺഗ്രസിനകത്ത് ചില കാര്യങ്ങൾ PR വഴിയൊക്കെ പുറത്തറിയുന്നത് ആൾക്കാരുടെ ഇടയിലും നെഗറ്റീവായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് അങ്കമാലി ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ട്? അല്ല, അങ്കമാലിയിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇവിടെ എല്ലാവരും തന്നെ നമ്മൾ സ്ഥാനാർത്ഥിത്വമൊക്കെ തുടക്കത്തിൽ തന്നെ K. സുധാകരന്റെ ഒരു അപ്രോച്ച് ആണെങ്കിലും എൽദോസ് കുന്നപ്പള്ളിയുടെ ആണെങ്കിലും K. സുധാകരൻ കോൺഗ്രസിന് വളരെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന് ശേഷം അദ്ദേഹം അതിനോട് പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചത് ശ്രീ K. സുധാകരനാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്കാർക്കും തെറ്റു പറയാൻ സാധിക്കില്ല. ഞാൻ പറയുക, രാഷ്ട്രീയ പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിജയിക്കാനും ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടാവണം. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് കൂടുതൽ കൂടുതൽ ജനങ്ങളിൽ ഇറങ്ങുകയും കരുത്തോടു കൂടി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു പ്രചോദനം നൽകുന്നത്. അപ്പോൾ അങ്ങനെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ പാർട്ടി ആ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ നേതൃത്വത്തിന് മുമ്പിൽ നമ്മൾ ആ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. പക്ഷേ പാർട്ടി അതിനകത്ത് എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ഫൈനലായിട്ട് പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ്റെ കടമ എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയിലേക്ക് വരുമ്പോഴും ഈ ഒരു അച്ചടക്കം കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത്? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ കുന്നപ്പള്ളിയും അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിട്ട് തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും സാർ. എന്തായാലും ഈ 10 വർഷത്തെ കാരണം എൽദോസ് കുന്നപ്പള്ളി ഞങ്ങളുമൊക്കെ 10 വർഷക്കാലം MLA-മാരെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, എൽദോസ് കുന്നപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ടാവും. ഉറപ്പായിട്ടും. അപ്പോൾ സാറിന് എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.